ഫറോക്ക് പഴയ പാലം ദീപാലംകൃതമായി കഴിഞ്ഞു. ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് 24-നൊപ്പം ചേരുകയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ പ്രൊജക്റ്റ് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? അതായത് ഒരുപാട് പ്രയത്നയിലുണ്ട്. അത് ഒറ്റയ്ക്കല്ലല്ലോ, ഒരു ടീമായിട്ടുള്ള ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഒരു ഡിസൈൻ പോളിസി ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിലാണ് വിദേശ രാജ്യങ്ങൾ ചിലയിടങ്ങളിലുള്ളതുപോലെ പാലങ്ങൾ ദീപാലംകൃതമാക്കുക എന്നുള്ള ആശയം അതിൽ അവതരിപ്പിച്ചു, പൊതുവെ ചർച്ച ചെയ്തു. അങ്ങനെ 2 പാലം ആദ്യം തിരഞ്ഞെടുത്തു. ഒന്ന് ഈ പാലം, ഒന്ന് എറണാകുളത്തും. അപ്പോൾ ഈ പാലം നേരത്തെ ഇതിൻ്റെ ഈ ബ്രേസിങ്സ് ഒക്കെ ദ്രവിച്ച് പൊട്ടി താഴെ വീഴുന്ന സ്ഥിതിയും ഒരു സ്ഥലത്ത് വീണും ഒക്കെ ഉള്ള പ്രശ്നം. അങ്ങനെ ഇത് കംപ്ലീറ്റ് അറ്റകുറ്റപ്പണി നടത്തി, പെയിൻറ്റ് ചെയ്തു. അങ്ങനെയുള്ളൊരു പാലം, അതിനോട് പൊതുവെ ജനങ്ങൾ സഹകരിച്ചു. അപ്പോൾ ഈ പാലത്തിൽ വെച്ച് തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു നോഡൽ ഓഫീസറെ തീരുമാനിച്ചു. ഇതിൻ്റെ പ്രവൃത്തി വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു. ഈ പ്രവൃത്തിക്ക് വേണ്ടി ഒരു ടീമിനെ നിശ്ചയിച്ചു. തുടർച്ചയായി ഫോളോ അപ്പ് ഞങ്ങൾ നടത്തി. എല്ലാവരും സഹകരിച്ചു. പിന്നെ ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം ഒരു 10-25 കൊല്ലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ചർച്ച ചെയ്ത പ്രശ്നം, ഒരു ബസ് അവിടെ നിന്ന് വരുമ്പോൾ വേറെ വണ്ടി ഇവിടെ നിന്ന് വരും, ഇവിടെ ആണ്ട് നിൽക്കലാണ്. ഇനി അതിൻ്റെ പരിഹാരം കാണാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സഹായത്തോടുള്ള ചില സംവിധാനങ്ങൾ ആലോചിക്കുന്നു. വലിയ വണ്ടി ഇവിടെ തട്ടലൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ ഇപ്പോൾ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ പ്രത്യേക ഒരു അലാറവും മറ്റും ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തു. റെഡ് ലൈറ്റ് കത്തും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി. പിന്നെ വാഹനക്കുരുക്ക്, ഗതാഗതക്കുരുക്ക് ഒരു വലിയ പ്രശ്നം അവിടെ. അത് ഇവിടെ മാത്രമല്ല, മൊത്തം അത് പരിഹരിക്കുമ്പോൾ ചെറുവണ്ണൂർ ഒരു മേൽപ്പാലം വരാൻ പോകുന്നു. മീൻചന്ത, അരീക്കാട്, വട്ടക്കിണർ ഒരു മേൽപ്പാലം. ഇത് രണ്ടിനും കൂടി 255 കോടിയാണ് പാസ്സായത്. ഇവിടെ നമ്മൾ തെക്കോട്ട് പോയാൽ ഫറോക്ക് പേട്ട ജംഗ്ഷൻ ഉണ്ട്. അത് കേരളത്തിലെ 5 ജംഗ്ഷൻ ഇംപ്രൂവ്മെൻറ്റ് പദ്ധതികൾ ഒന്നായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ അതുകൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലമാണ്. ഇതാകെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ഈ പാലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, ടൂറിസം വികസനത്തിൻ്റെ കൂടി ഒരു സാധ്യത. പാലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ബീച്ച്, മലയോരം അല്ലെങ്കിൽ മറ്റിടങ്ങൾ മാത്രമല്ല ടൂറിസ്റ്റ് കേന്ദ്രം. ഇനി മുതൽ കേരളത്തിൽ പാലങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രമാവും. പാലങ്ങൾ കാണാൻ ആൾ വരും, ആളുകൾ ഒത്തുകൂടും. പുതിയൊരു ടൂറിസം സാധ്യത. എല്ലാവരും ഒത്തുകൂടുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് അതിർവരമ്പുകളില്ലാതെ നമ്മൾ എന്ന നിലയിൽ എല്ലാവരും ഒത്തുകൂടുകയാണ്. ഞങ്ങളിതിന് കൊടുക്കുന്ന പേര് തന്നെ നമ്മളാണ്. നമ്മളല്ല, ഞങ്ങളല്ല, നമ്മൾ എല്ലാവരും ഒത്തുകൂടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇതൊരു പുതിയൊരു തുടക്കം. അതെ, എല്ലാ പിന്തുണയും. ഇത് നാട്ടിലെ ജനങ്ങൾ സന്തോഷിക്കാനാണ്. ഇപ്പോൾ ട്രെയിനിൽ പോകുന്നവർ ഇത് കാണുമ്പോൾ ഒരു വലിയ സന്തോഷമായിരിക്കും. അവർക്കിത് കണ്ടാൽ തന്നെ ഒരു ആവേശമായിരിക്കും. അവരവരുടെ നാട്ടിൽ ഇതുപോലുള്ള പാലങ്ങൾ വരണമെന്ന് പറയും. ഇപ്പോൾ തന്നെ വിദേശത്ത് നിന്ന് ആൾ വിളിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിലൊരു പാലമുണ്ട്. സ്വാഭാവികമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ എല്ലാവരുമായി ചേർന്നുകൊണ്ട് എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ ഇതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കും. തീർച്ചയായും ടൂറിസം സാധ്യത കൂടി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് പിന്നിലുണ്ട്. മുനീഫിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.